ആർ കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക്, ഒരു വ്യക്തി എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കണം, അത് സംസ്ഥാനത്ത് മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് എന്നതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനവികാരം എന്നത് കണക്കിലെടുക്കണം എന്നത് ആവർത്തിച്ച് വി.ഡി. സതീശൻ പക്ഷം ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ AICCയുടെ വിലക്ക് വന്നതിന് ശേഷവും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉയരുന്ന ഫ്ലെക്സ്, ബോർഡുകൾ, നോട്ടീസുകൾ, വയനാട്ടിൽ ഉൾപ്പെടെ ചില മുന്നറിയിപ്പ് നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. രാഹുലിന്റെ പോസ്റ്റിന് താഴെ സമൂഹ മാധ്യമത്തിൽ വി.ഡി. സതീശനായി വലിയ രീതിയിലുള്ള മുറവിളി നടക്കുന്നു. ഈ ഘടകങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇന്ന് എപ്പോഴേക്ക് നമുക്ക് ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കാം? വയനാട്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു ഇംഗ്ലീഷിൽ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അതിനെ ഗൗരവത്തിലെടുക്കുമെന്ന് പോലും തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളൊന്നും ഹൈക്കമാൻഡ് ഇതിലും വലിയ പ്രതിഷേധങ്ങൾ പല സംസ്ഥാനങ്ങൾ പല നേതാക്കൾക്ക് വേണ്ടി കണ്ടതാണ്. അതിനെയൊന്നും ജനവികാരമായിട്ട് ഹൈക്കമാൻഡ് ഒരു കാര്യത്തിലും, ഹൈക്കമാൻഡ് എന്നല്ല ഒരു പാർട്ടിയുടെയും തലപ്പത്തിരിക്കുന്നവർ അതിനെ ഒരു ജനവികാരമായി അങ്ങനെ കണക്കിലെടുക്കാറില്ല. അങ്ങനെ കണക്കിലെടുക്കുന്ന രീതിയും പ്രത്യേകിച്ച് കോൺഗ്രസിനില്ല. കോൺഗ്രസ് അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ അതിനെ മറിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ശൈലി. പക്ഷേ അതല്ല ഇവിടെ വിഷയം. ഇതൊക്കെ ഇവരാരും അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ നേതാക്കളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ നേതാക്കൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടല്ല, അവരെല്ലാവരും അവരുടെ അണികളെ പൂർണ്ണമായും ഇത്തരം ഒരു പ്രവർത്തനത്തിൽ മാറി നിൽക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മറ്റു ചിലരാണ് ചിലപ്പോൾ ഇവർക്ക് മനഃപൂർവ്വം ഒരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരാൾക്ക് തിരികെ അയാൾക്ക് ദോഷകരമായി ബാധിക്കാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്നത് കൂടിയും ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും അല്ല പരിഗണിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട പരിഗണന കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവി, കോൺഗ്രസ് UDFന്റെ ഭാവി, ഇത് രണ്ടും ഏതാണ്, ആര് മുഖ്യമന്ത്രിയായാലാണ് കൂടുതൽ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത്, അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും കോൺഗ്രസിനും മുന്നണിക്കും നല്ലത്. കാരണം കേരളം എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഏറ്റവും കൂടുതൽ MP-മാരെ കോൺഗ്രസിന് വേണ്ടി സംഭാവന ചെയ്യേണ്ട ഒരു സംസ്ഥാനമായിട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നത്. അവിടെ അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടാവരുത്. ആ ഒരു വിഷയമാണ് ഇവരെ സംബന്ധിച്ചിപ്പോൾ പ്രധാന പരിഗണന. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു സ്ഥിതിയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസിന് MP-മാരെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഹൈക്കമാൻഡ് നേരത്തെ തന്നെ തീരുമാനം പ്രഖ്യാപിച്ചേനെ. പക്ഷെ ഇവിടെ തീരുമാനം പ്രഖ്യാപിക്കാൻ തടസ്സമായിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി അടക്കം വരുന്നത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. ഏറ്റവും കൂടുതൽ MP-മാരെ കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലോക്സഭ 2029 ഭരണം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് തിരിച്ചടിയാവരുത്. അതിന് ആരാണ് സഹായകമാകുന്നത്, ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്, അത്തരം ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ എന്തായാലും അധികം വൈകാതെ ഇനിയിപ്പോൾ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ അത്തരം ആശയവിനിമയങ്ങൾ മുതിർന്ന നേതാക്കൾ തമ്മിൽ നടത്തിയിട്ടുണ്ട്. ഇന്നലെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം എത്തി അവരുമായി അവരിൽ നിന്നും ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അവര് പലരും പുറത്ത് ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധിയുമായി കണ്ടപ്പോൾ എന്താണ് ഇവർ പറഞ്ഞതെന്ന് കൃത്യമായി നമുക്ക് പറയാനാവില്ല. പലരും പുറത്ത് പറയുന്ന നിലപാടാവില്ല. രാഹുൽ ഗാന്ധിയുമായി ഒറ്റയ്ക്ക് കാണുമ്പോൾ അവരുടെ നിലപാട് അറിയിക്കുക, അത് എന്താണെന്ന് രാഹുൽ ഗാന്ധിക്കും അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒന്നാണ്. പരസ്യമായി മറ്റു നേതാക്കൾ ഉള്ളപ്പോൾ പറയുന്നത് പോലും ആവണം എന്നില്ല. ഈ നേതാക്കളൊക്കെ പലപ്പോഴും അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും തീരുമാനം അധികം വൈകാതെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.